ഐ എം ഡോക്ടർ യൂനുസ് അലി, ആയുർസോൺ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ജോയിൻസിനൊക്കെ ചെറിയ ടൈറ്റ്നസ് കാണാൻ പറ്റും. രാവിലെ എണീക്കുമ്പോൾ നടുവിനോ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിലൊക്കെ മടക്കി നിർത്താനൊക്കെ ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ വാതരോഗങ്ങളുടെ ഒരു ലക്ഷണങ്ങളായിട്ടാണ് നമ്മളിത് കാണുന്നത്. വാതരോഗങ്ങൾ സാധാരണ രണ്ട് ടൈപ്സ് ഉണ്ട്: ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, പിന്നെ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, നമ്മളെ അസ്ഥികൾക്ക് വരുന്ന തേയ്മാനം കാര്യങ്ങളും കൊണ്ടൊക്കെ ആണ് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് വരുന്നത്. അടുത്തതാണ് നമ്മൾ പറഞ്ഞ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അതായത് നീർക്കെട്ടോട് കൂടി നമ്മളെ ജോയിൻസിലൊക്കെ നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കണ്ടീഷനാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വരുന്ന നമ്മളെ രക്തവാദം, ആമവാദം പോലത്തെ അസുഖങ്ങളൊക്കെയാണ് അതിൽ കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്ക് വരുന്ന തേയ്മാനം കൊണ്ടാണ് വരുന്നത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ കൂടുതൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ നമുക്ക് അവരെ കാലിൻ്റെ മുട്ടിലാണ് വരുന്നത്. കാലിൻ്റെ മുട്ടിൽ നല്ല പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവർക്ക് നമ്മൾ അസ്ഥി കാലിൻ്റെ മുട്ടിലൊക്കെ ചില വളവുകൾ കാണാം, കാലിന് വളവും കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഉള്ളിലോട്ട് വളഞ്ഞിട്ട് കാണാം, ചിലപ്പോൾ പുറത്തോട്ടൊക്കെ വളഞ്ഞിട്ട്. അത് ഏത് സൈഡിലാണോ ആ തേയ്മാനം വരുന്നതനുസരിച്ച് കാലിൻ്റെ മുട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ കൂടുതൽ പറഞ്ഞു യൂറിക് ആസിഡൊക്കെ അതിൽ വരുന്നതെന്ന് പറഞ്ഞു. യൂറിക് ആസിഡൊക്കെ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ജോയിൻസിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഒക്കെ വന്നിട്ട് ജോയിൻറ്റ് ഡാമേജ് ചെയ്ത് വരുന്നൊരു അസുഖങ്ങളാണ്. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാം. പക്ഷേ എല്ലാ വാതരോഗങ്ങളും നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ASO അല്ലെങ്കിൽ ESR ഒക്കെയാണ് നമ്മൾ ആ വാതരോഗങ്ങൾ കൺഫേം ചെയ്യാൻ ചെയ്യുന്ന ടെസ്റ്റുകൾ. പക്ഷേ ASO ഒക്കെ നമ്മൾ എന്തെങ്കിലും കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊരു ത്രോട്ട് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു കോൾഡൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ASO കൂടിക്കൊണ്ടിരിക്കും. എല്ലാ വാതരോഗങ്ങളും നമുക്ക് നമ്മുടെ ഡയറ്റിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു വാതരോഗങ്ങൾ പല ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു 10% വാതരോഗങ്ങളും ജെനറ്റിക്കലായിട്ടാണ് വരുന്നത്. അല്ലാത്ത എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ വൈറൽ ഫീവർ, ഡെങ്കു, മലേറിയ, കൊറോണയ്ക്കൊക്കെ ശേഷം ആളുകൾക്ക് നമുക്ക് കാണാൻ പറ്റും ജോയിൻസിൽ ഇന്നത്തെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരുന്നത്. വാതരോഗങ്ങളൊക്കെ ഒരു ജോയിൻറ്റ് പെയിൻസ് ഒക്കെ ഒരു ലക്ഷണങ്ങളാണ്, അസുഖങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഗൗട്ട് പോലത്തെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ജോയിൻസിനെ നന്നായിട്ട് ഡാമേജ് വരുത്തും. നമ്മളെ ലിഗമെൻസിനും കാർട്ടിലേജിനൊക്കെ ഡാമേജ് വരുത്തും. നമ്മുടെ അസ്ഥികൾക്ക് തേയ്മാനം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളെ ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. കാരണം നടക്കാൻ കഴിയില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളെ ജോയിൻറ്റ് ഡിസോർഡേഴ്സിന് കറക്റ്റ് സമയത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തില്ലെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം നമ്മളെ നീ റീപ്ലേസ്മെൻറ്റ് പോലത്തെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ധാരാളമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതൊക്കെ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ കൃത്യമായ സമയത്ത്, അതായത് നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ ജോയിൻസിന് ഒന്നും ഒരു ഡാമേജ് വരാതെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആരോഗ്യപരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു ആൾ.